ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്നൊരു അടിപൊളി പട്ടാടയും ബ്ലൗസും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. പുതിയ മോഡൽ ബ്ലൗസൊക്കെയാണ് ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലൗസ് കട്ട് ചെയ്യാം. ബ്ലൗസ് കട്ട് ചെയ്യാനായിട്ട് ആദ്യം നമുക്കിവിടെ ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്ത് വരച്ച് കൊടുത്തിട്ട് താഴേക്ക് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കണം. ലെങ്ത് നമുക്ക് ഷോൾഡറിൻ്റെ ബാലൻസ് വരുന്നത് അടയാളപ്പെടുത്തി കൊടുക്കണം. ഫുൾ ലെങ്ത് നമുക്ക് 9 വേണ്ടത്. തയ്യൽത്തുമ്പും കാര്യങ്ങളുമൊക്കെ കൂട്ടിയിട്ട് 10 നമ്മൾ കൂട്ടണം. അതുകൂടാതെ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ഉള്ളത് 3.5 ഇഞ്ച് നമുക്ക് കുറച്ചിട്ട് വേണം ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട്. എന്നിട്ട് ലെങ്ത് 3.5 കുറച്ചിട്ട്, ഷോൾഡറിൻ്റെ അവിടുത്തെ ലെങ്ത്, സ്ലീവിൻ്റെ ലെങ്ത് 3.5 കുറച്ചിട്ട് വേണം ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാൻ. അതനുസരിച്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞാനിവിടെ ഒരു 7.5 എടുത്തിട്ടുണ്ട്. 7.5 ലെങ്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഷോൾഡർ ഇവിടെ 4.5 അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നെക്കിൻ്റെ ലെങ്ത് ഞാനിവിടെ 1.5 എടുത്തിരുന്നത്. എന്നിട്ട് അത് ചരിച്ച് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതിനുശേഷം വിട്ട് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ബ്രസ്റ്റ് അളവ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് കൈക്കുഴി ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കുക. ഷോൾഡർ നമ്മളിവിടെ ഇല്ല, ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ഒട്ടും വിട്ടെടുക്കുന്നില്ല. അവിടെ മുകളിലേക്ക് നമ്മൾ സ്ലീവ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതുപോലെ എന്നിട്ട് താഴത്തെ വണ്ണവും നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്കൊന്ന് ചരിച്ച് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് കൊടുത്തിട്ട് വേണം സൈഡിൽ നിന്നും മുകളിലേക്ക് ചരിച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കാൻ താഴത്തെ ഭാഗം. അങ്ങനെ നമുക്കിതെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരേപോലെയാണ് കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഇതുപോലെ മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് കയറ്റിയിട്ട് ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തിട്ട് ബാക്ക് ലെവലാക്കി കട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവിനുള്ള മെറ്റീരിയൽ നമുക്കിവിടെ എടുക്കാം. സ്ലീവ് ഇതുപോലെ നമുക്കൊന്ന് രണ്ടായിട്ട് മടക്കിയിടുക. രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് വിട്ട് നമുക്ക് ഇവിടെ 4 കിട്ടേണ്ടത്. 4 നമ്മളിവിടെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 3.5 കിട്ടും. അങ്ങനെ വരുമ്പോഴത്തേക്കും അതാണ് വേണ്ടത് നമുക്ക്. ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട. സ്ലീവ് ഇതുപോലെയാണ് വരുന്നത്. എന്നിട്ട് നമുക്ക് ഈ 2 സ്ലീവിനുള്ളത് സെൻറ്റർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ 2 സ്ലീവിനുള്ളതും കിട്ടും. ഇതുപോലെ കിട്ടും നമുക്ക്. എന്നിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ലൈനിങ് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നല്ല മെറ്റീരിയൽ ഇതുപോലെ ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റ് അളവിൽ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്, സ്ലീവിന് ലൈനിങ് ഇല്ല, ബോഡി പാർട്ടിന് മാത്രമാണ് നമ്മൾ ലൈനിങ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിനി സ്കർട്ട് പാർട്ട് കട്ട് ചെയ്യാം. സ്കർട്ട് കട്ട് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ലൈൻസ് വരുന്ന മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ കസവ് താഴേക്ക് വരാൻ പാകത്തിന് ഇതുപോലെ 2 മടക്കിയിടുക. കസവിൻ്റെ ഭാഗം നമുക്ക് താഴേക്ക് വരും. അങ്ങനെ 2 മടക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ മടക്കിയിടുക. മടക്കിയിടുമ്പോഴത്തേക്ക് 2 പീസായിട്ട് വരും. നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇത് കണ്ടോ ഇതുപോലെ വരും നമുക്ക്. അപ്പം ഇതുപോലെ ഒന്ന് 4 മടക്കിയിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെ നമുക്ക് 21 ലെങ്ത് വേണ്ടത്. അതിവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഫുള്ളായിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് ആ ലൈൻസിൽ കൂടി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുകൊണ്ട് 2 പീസായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇനി അവിടെ ഒരു പടിക്ക് വേണ്ട സ്ട്രിപ്പിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് വെസ്റ്റ് അളവ് വെച്ചാണ് നമ്മളിവിടെ ഇത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നമുക്ക് 22 വെസ്റ്റ് അളവ്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ എടുത്തിട്ട് നമ്മൾ അതനുസരിച്ച് വേണം നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മടക്കി കൊടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ വീതി നമ്മൾ 3.5 എടുത്തിരിക്കുന്നത്. മടക്കി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു 1.5 1.25 വരാൻ പാകത്തിന് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കിതുപോലെ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 മടക്കി കൊടുത്തിട്ടാണ് സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ 2 മടക്കി കൊടുക്കുക. ആ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ഇതുപോലെ 2 മടക്കി കൊടുത്തിട്ട് ഒരു സൈഡ് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ടത് മറിച്ചെടുക്കണം. ഇതുപോലെ നമുക്കതൊന്ന് മറിച്ചെടുക്കാം. ഇങ്ങനെ മറിച്ചെടുക്കാം.
ഇങ്ങനെ മറിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം സെൻറ്ററിൽ വരാൻ പാകത്തിന് വെക്കുക. അത് ഉൾഭാഗത്ത് സെൻറ്ററിൽ വരാൻ പാകത്തിന് നമുക്കത് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതുപോലെ നല്ല മെറ്റീരിയൽ എടുത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്കിത് ഞൊറിട്ട് കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് ഞൊറിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് നമുക്കതൊന്ന് ഞൊറിട്ട് കൊടുക്കണം. 2 സ്ലീവും ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ ഞൊറുകൾ ഇട്ട് കൊടുത്താൽ 2 സൈഡിലും ഞൊറിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു സൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സ്ലീവ് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ സെൻറ്ററിൽ ആ സ്റ്റിച്ച് വരുന്ന ഭാഗം സെൻറ്ററിൽ വരാൻ പാകത്ത് ഉള്ളിലേക്ക് പോകാൻ പാകത്തിന് നമ്മളത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് 2 സൈഡും ചെയ്തെടുക്കണം. നമുക്കിവിടെ 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനിവിടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഷോൾഡർ വരുന്ന ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2 സ്ലീവും നമുക്കിവിടെ നിന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രണ്ട് പാർട്ടിലാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് പാർട്ടിലും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ വരും. ഇതുപോലെയാണ് സ്ലീവ് ഇരിക്കുന്നത്. അപ്പം നമുക്കിനി ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനി ലൈനിങ് എടുത്ത് വയ്ക്കാം. ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്കൊക്കെ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്കിൻ്റെ അവിടെ വരുമ്പോൾ നിർത്തി കൊടുത്തിട്ട് വി നെക്ക് പോലെയാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറിൻ്റെ അവിടെ കൊണ്ടുവരുമ്പോൾ വീണ്ടും സൂചി നിർത്തി കൊടുത്ത് വീണ്ടും താഴേക്ക് കൈക്കുഴിയുടെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ടത് എല്ലാ സൈഡും കൊത്തിട്ട് കൊടുത്തിട്ട് നമ്മളത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മറിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് പൊക്കോളും. ഇതുപോലെ വരും. എന്നിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് ഫുള്ളായിട്ട് പതിച്ചടിക്കാം. അതിനുശേഷം അടുത്ത സൈഡ് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യണം. ലൈനിങ്ങും നല്ല പീസും കൂടെ ഒരുമിച്ച് വെച്ച് കൈക്കുഴിയുടെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അകം പുറമൊന്നും മാറിപ്പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഫുള്ളായിട്ടത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ബാക്കും ഫ്രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്ലീവ് ഇതുപോലെയാണ് വരുന്നത്. ഇതുപോലെ പഫ് സ്ലീവായിട്ട് നമുക്ക് ഇരുന്നോളും, ഇതുപോലെ ഇരുന്നോളും. അപ്പം നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. സൈഡും സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ നമുക്കൊന്ന് ബാക്ക് പീസ് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് താഴ്ഭാഗം ഒന്ന് ലൈനിങ്ങും നല്ല പീസും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആദ്യം നമുക്കിതുപോലെ ലൈനിങ്ങും നല്ല പീസും കൂടി ഒരുമിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് നമുക്കത് ഒന്ന് അടിച്ച് മറിച്ച് കൊടുക്കണം. അതിൻ്റെ അരികെ നമുക്കൊന്ന് ആദ്യം ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുത്തിട്ട് ഇത് അടിച്ച് മറിച്ചെടുത്തിട്ട് നമ്മൾ ഹെമ്മിങ് ചെയ്താണ് എടുക്കുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. താഴ്ഭാഗത്ത് കോൺ വരുന്ന ഭാഗത്ത് സൂചി കൊണ്ടൊന്ന് നിർത്തിയിട്ട് വേണം നമുക്ക് വീണ്ടും അടുത്ത സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് അത് പതിച്ചടിച്ച് കൊടുക്കണം. പതിച്ചടിച്ച് കൊടുത്തിട്ട് നമുക്കത് അവിടെ നിന്ന് കൊത്തിട്ട് കൊടുക്കാം. കൊത്തിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാൻ. പതിച്ചടിച്ച് കൊടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ച് നമ്മൾ ഹെമ്മിങ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫുള്ളായിട്ട്, ബാക്കും ഫ്രണ്ടും. അതിന് ശേഷമാണ് നമ്മൾ സൈഡ് അടിക്കുന്നത്. അതിനുശേഷം ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ താഴ്ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഹാങ്ങിങ് ലേസ് കൊടുക്കുന്നുണ്ട്. ഹാങ്ങിങ് ലേസ് കൊടുക്കുമ്പോൾ നമ്മൾ വൺ സൈഡ് പ്രഷർ ഫൂട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ആദ്യം നമുക്ക് ഹാങ്ങിങ് ലേസ് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതുപോലെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. സെൻറ്റർ നോക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇത് കൊടുക്കണം. നമുക്ക് ടക്കടിക്കാനുള്ള സ്ഥലം നമുക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അത് മടക്കി നമുക്കൊന്ന് ടക്കടിച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ വെച്ച് കൊടുത്ത് മുകളിൽ നിന്നും താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് അതൊന്ന് ടക്കടിച്ച് കൊടുക്കാം ഫ്രണ്ട് പാർട്ട്. ഒരു സൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ചെയ്യാം. ഈ സൈഡ് നമ്മൾ എത്രയാണോ അളവെടുത്ത് അതേ അളവിൽ തന്നെ വേണം അടുത്ത സൈഡ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് ആ സൈഡ് നമ്മൾ അളന്ന് നോക്കിയിട്ട് ഇവിടെയും ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അത് ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ അതും ഒന്ന് ടക്കിട്ടെടുക്കാം. ഫ്രണ്ട് പാർട്ട് നമ്മൾ ടക്കിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ലേസ് വെച്ച് കൊടുക്കാം. ലേസ് വെച്ച് കൊടുത്തിട്ട്
അതിൻ്റെ മുകളിൽ നമ്മൾ ആ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് അടിച്ചും ഉള്ളിലേക്ക് മറയ്ക്കാൻ വേണ്ടിയിട്ട് ആ വെച്ചിരിക്കുന്ന മെറ്റീരിയൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇത് വെച്ച് കൊടുക്കാം. നമുക്കിതും കൂടെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഹാങ്ങിങ് ലേസിൻ്റെ പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നതെല്ലാം ഉള്ളിലേക്ക് പൊക്കോളും, പുറത്തേക്കൊട്ടും കാണത്തില്ല. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മറിച്ചെടുക്കുമ്പോൾ അത് താഴേക്ക് നിന്നോളും. പിന്നെ ഒട്ടും സ്റ്റിച്ചിങ് ഒന്നും പുറത്തേക്ക് വരില്ല. ആ ലേസ് പോലത്തെ ഭാഗങ്ങളൊന്നും പുറത്തേക്ക് കാണത്തില്ല. ആ ബീഡ്സ് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. ആ രീതിക്കാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അരികത്തുകൂടി നമ്മൾ വൺ സൈഡ് പ്രഷർ ഫൂട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. കോൺ വരുന്ന ഭാഗത്ത് വരുമ്പോഴത്തേക്ക് അവിടെ സൂചി നിർത്തിയിട്ട് ഇതുപോലെ താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളത് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്ക് ആ ചെറിയ പീസ് വെച്ച് കൊടുത്തത്. എന്നിട്ട് ഹാങ്ങിങ് ലേസ് ഇതുപോലെ താഴേക്ക് കടന്നോളൂ. നമ്മളിവിടെ ഹെമ്മിങ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് സൈഡുമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ഇത് കണ്ടോ, ഫ്രണ്ട് പാർട്ട് നമ്മളിവിടെ ഹെമ്മിങ് ചെയ്തു, ബാക്ക് പാർട്ടും ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്ക് പാർട്ടിലും ഇതുപോലെ ടക്കിട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് നമ്മളിതുപോലെ ഫ്രണ്ട് പാർട്ട് ചെയ്തതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും ഒന്ന് ടക്കിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്. എന്നിട്ട് നമ്മൾ ആ നെക്കിൽ ഫ്രണ്ട് പാർട്ടിൽ നെക്കിൽ നമ്മൾ ചെറിയൊരു ഫ്ലവർ വർക്കും പിന്നെ സ്റ്റോൺ വർക്കും ബീഡ്സ് വർക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പഞ്ചിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബീഡ്സ് പഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ പോയി കാണുക. അപ്പോൾ അതിനുശേഷം നമുക്കിനി സ്കർട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്കർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം ലൈനിങ് 2 പീസായിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലൈനിങ് കട്ട് ചെയ്യുന്നത് എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ ലൈനിങ്ങും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങും 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അന്നേരം ഒരു സൈഡ് നമുക്കിതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മൾ നല്ല പീസും ഇതുപോലെ രണ്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെയും ഒരു സൈഡ് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ചിങ് കൊടുക്കാം.
അതിനുശേഷം നമ്മളിവിടെ കൊളുത്താണ് പിടിപ്പിക്കുന്നത്, അതുകൊണ്ട് കറക്റ്റ് അളവിനാണ് നമ്മൾ പടി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ വലിയ വലിയ ഞൊറുകൾ ഇട്ട് കൊടുക്കാം സ്കർട്ടിന്. ഇതുപോലെ വലിയ ഞൊറുകൾ ഉള്ളിലേക്ക് മെറ്റീരിയൽ വരാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുത്ത് ഒരേ അളവുകളിൽ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. വീതിക്കുള്ള ഞൊറുവാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. പട്ടുപാവാടയ്ക്ക് നമ്മൾ വീതിക്ക് തന്നെ ഞൊറു ഇട്ട് കൊടുക്കണം. ഉള്ളിലേക്ക് നന്നായിട്ട് മെറ്റീരിയൽ വരാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് ഇതുപോലെ എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ അയൺ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നിന്നോളും, പട്ടുപാവാട നല്ല ഭംഗിക്ക് ഇരുന്നോളും. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഫുള്ളായിട്ട് ഞൊറിയിട്ടെടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്കൊന്ന് രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മുകൾ ഭാഗവും നമുക്കിതുപോലൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഫുള്ളായിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ. എന്നിട്ട് അരികെ നമ്മൾ ഇതുപോലെ അങ്ങ് അടിക്കുവാണ്. നമ്മൾ ബാൻഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിൽ കൂടി കെട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പം നമ്മൾ ഹുക്കാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് നമ്മളത് ക്ലോസ് ചെയ്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് മുകൾ ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
എന്നിട്ട് ഇതാ ഇതുപോലെ സൈഡൊന്ന് യോജിപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ ഈ സ്കർട്ടിൻ്റെ സ്റ്റിച്ചിങ്. എന്നിട്ട് നമ്മൾ കൊളുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഈ പാവാടയുടെയും ബ്ലൗസിൻ്റെയും കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.